നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും പ്രധാന തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് നോക്കാം. ഇന്നത്തെ പത്രങ്ങളിലൂടെ ആദ്യം തന്നെ മലയാള മനോരമയാണ്. മനോരമയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറയുന്നത് VC നിയമനം സർക്കാർ പട്ടിക പാടെ വെട്ടി ഗവർണർ വീണ്ടും പോര് എന്ന തലക്കെട്ടാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തതിന് സംസ്ഥാന സർക്കാരിന്റെ പ്രതികാര നടപടി നേരിട്ട ഡോക്ടർ സിസ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയുടെ VC ചുമതല എന്ന വിധത്തിലാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. വിശദ വിവരങ്ങൾ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നതായി കാണാം. പേജ് 9 കൂടുതൽ വിവരങ്ങളും ലഭ്യമാണ്. അടുത്ത വാർത്ത, പെൻഷൻ പ്രായം ഉയർത്തില്ല, ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ സർക്കാർ തള്ളി എന്ന വാർത്ത. വിശദമായ വാർത്ത പേജ് 9 തൊട്ടു താഴെ കേരള ബാങ്ക് ശമ്പള പരിഷ്കരണത്തിന് സമിതി രൂപീകരിച്ചു എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇന്ന് പണിമുടക്ക് തുടങ്ങാനിരിക്കെയാണ് നടപടി എന്നതും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ 1458 ഗവൺമെന്റ് ജീവനക്കാരും കൈയിട്ട് വാരലേ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ ബെവ്കോയ്ക്ക് ഇനി സൂപ്പർ പ്രീമിയം ഷോപ്പും, ആദ്യം കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കുമരകം എന്നിവിടങ്ങളിൽ എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ ആദ്യ പേജിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു ചിത്രമാണ്. മഴപ്രസാദം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. സ്വന്തം ക്ഷേമം സിന്ദാബാദ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മോഷണം പ്രധാന വകുപ്പുകളിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഏതൊക്കെ വകുപ്പുകളിലാണ് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ എത്ര കോടി രൂപയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്നിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നതായി കാണാം. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോവാം. ഷിൻഡെ ഒഴിവായി, ഫഡ്നാവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്ന ഒരു ദേശീയ വാർത്ത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടു താഴെ CDS അംഗങ്ങൾക്ക് യാത്രാബത്ത 500 എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടു താഴെ പെൻഷൻ പ്രായം കൂട്ടില്ല എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ, നവീൻ ബാബുവിന്റെ മരണം കേസ് ഡയറി ഹാജരാക്കണം, റിപ്പോർട്ടും വേണം എന്ന ഹൈക്കോടതി നിർദ്ദേശത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ, ബംഗ്ലാദേശിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്ത, ഭീഷണിയുമായി K സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ K സുരേന്ദ്രന്റെ പ്രതികരണം നൽകിയിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് തൊട്ടരികിലായി സിംഗപ്പൂരിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നൽകിയിരിക്കുന്നതായി കാണാം. അതിന്റെ വിശദമായ വാർത്ത സ്പോർട്സ് പേജിൽ വായിക്കാവുന്നതാണ്. മറ്റൊരു വാർത്ത, വിഴിഞ്ഞത്തിന് 795 കോടി അനുവദിച്ച കേന്ദ്രം എന്ന വാർത്തയാണ്. ഏറ്റവും താഴെ, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ശിക്ഷാ നിരക്ക് വളരെ കുറവാണെന്ന് ആവർത്തിച്ച് സുപ്രീം കോടതി എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട്. കുറഞ്ഞ ശിക്ഷാ നിരക്ക് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ മറ്റു 2 വാർത്തകൾ കൂടി നോക്കാം. വീണ്ടും ഗവർണറുടെ നീക്കം, സിസ തോമസും K ശിവപ്രസാദും VCമാർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചൊരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ആന എഴുന്നള്ളിപ്പിൽ ഇളവില്ലെന്ന് ഹൈക്കോടതി, രാജഭരണമല്ല നിയമവാഴ്ചയാണിപ്പോൾ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ 2 ആനകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്റർ ദൂരമെങ്കിലും വേണമെന്ന കാര്യത്തിൽ ഇളവ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് മാതൃഭൂമിയിലെ വാർത്തകൾ. ഇനി അടുത്ത പത്രം ദീപികയാണ്. ദീപികയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്, കൈയിട്ട് വാരൽ സർക്കാർ ഉദ്യോഗസ്ഥർ വക, സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തൽ, ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ അധികവും ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിങ്ങനെയുള്ള തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വിശദമായി തന്നെ ദീപിക നൽകിയിരിക്കുന്നതായി കാണാം. 1/2 പേജോളം ഈ വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ, നവീൻ ബാബുവിന്റെ മരണം കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി ഡോക്ടർ സിസ തോമസും ഡോക്ടർ ശിവപ്രസാദും VCമാരായതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി, അദാനി മണിപ്പൂർ സംബാൽ പാർലമെന്റ് സ്തംഭിച്ചു എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് അദാനിക്കെതിരായ കൈക്കൂലി ഇടപാട് കേസ്, മണിപ്പൂർ ആക്രമണങ്ങൾ, UP സംബാലിലെ ആക്രമണം, വയനാടിനുള്ള കേന്ദ്ര സഹായം വൈകുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ 2 സഭകളും
രണ്ടാം ദിവസം പൂർണ്ണമായി സ്തംഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ദീപികയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിൽ മറ്റു പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നു, വെടിനിർത്തൽ പ്രാബല്യത്തിൽ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഇസ്രായേൽ ലെബനൻ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിരിക്കുന്നതായി കാണാം. ഒരു ചിത്രവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി ഈ വാർത്തയ്ക്ക് ഇടതുഭാഗത്തായി ഒരു ദേശീയ വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഷിൻഡെ പിൻവാങ്ങി, മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടുതാഴെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഇന്ന് ശനിയാഴ്ച വയനാട്ടിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കലോത്സവത്തിനിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. NV ഗോപിയാണ് മരിച്ചത്. ഇനി മറ്റു വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ശുപാർശ തള്ളി പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കേരള സിവിൽ സർവീസ് കോഡ് രൂപവത്കരിക്കുന്നു എന്ന വിവരവും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിരിക്കുന്നതായി കാണാം. സർക്കാർ പാനൽ തള്ളി ഗവർണർ, സ്വന്തം VC-മാർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് KTUവിൽ ഡോക്ടർ K ശിവപ്രസാദും DUKയിൽ ഡോക്ടർ സിസ തോമസും VC-മാരായതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കണം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് എന്ന വിവരവും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് നോക്കാം. JPC കാലാവധി നീട്ടുന്നു, വഖഫ് ബിൽ ഉടൻ പാസാക്കാനാകില്ല എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. TDP JDU നിലപാട് നിർണായകമായി എന്ന വിവരവും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ഇത്രയുമൊക്കെയാണ് മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ദേശാഭിമാനിയിൽ വാർത്ത നൽകിയിരിക്കുന്നത് വെട്ടിപ്പ് പുറത്തായത് സർക്കാർ പരിശോധനയിൽ, ക്ഷേമ പെൻഷൻ തട്ടിച്ച് 1458 ജീവനക്കാർ എന്ന തലക്കെട്ടിലാണ്. തൊട്ടരികിലായി ഓർഡിനൻസിന് മന്ത്രിസഭാ തീരുമാനം വരുന്നു, വയോജന ക്ഷേമ കമ്മീഷൻ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഈ രണ്ട് വാർത്തകളും തുല്യ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത് VC നിയമനവുമായി ഗവർണർ വീണ്ടും, ഹൈക്കോടതിയോടും ധിക്കാരം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. താഴേക്ക് വരുമ്പോൾ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണത്തിൽ മാറ്റമില്ലെന്ന് ഹൈക്കോടതി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ CDS അംഗങ്ങൾക്ക് യാത്രാബത്ത എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ ഒരു ചിത്രം നൽകിയിരിക്കുന്നതായി കാണാം. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചിറയൻകീഴ് വക്കം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനം ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത മാധ്യമപ്രവർത്തകർക്ക് കൊലവിളി, ഒരുത്തിനെയും വെറുതെ വിടില്ലെന്ന് K സുരേന്ദ്രൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ K സുരേന്ദ്രന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദമായ വാർത്ത പേജ് 8 വായിക്കാവുന്നതാണ്. ഇനി അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചിത്രമാണ് ശ്രദ്ധയിൽപ്പെടുക. തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിലെ UP വിഭാഗം നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയ നിരഞ്ജനയ്ക്ക് അമ്മയുടെ അനുജത്തി സൗമ്യയും അമ്മൂമ്മ സരോജവും ചുംബനം നൽകിയപ്പോൾ എന്നൊരു ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഉള്ളൊരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയും ഒരു 2 കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ഏറ്റവും ആദ്യം തന്നെ കൗമുദി നൽകിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI ആവശ്യം, കേസ് ഡയറി തേടി ഹൈക്കോടതി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമെന്ന് ഭാര്യ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. B.Ed ഇനി 4 വർഷം എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. പെൻഷൻ പ്രായം 60 ആക്കില്ല എന്ന വാർത്തയും ഇതിന് തൊട്ടരികിലായി നൽകിയിട്ടുണ്ട്. ഷിൻഡെ വഴങ്ങി ഫട്നാവിസ് മുഖ്യമന്ത്രി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമായി എന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് പാസ്പോർട്ടിൽ പേര് ചേർക്കാൻ നിബന്ധനകൾ എന്ന വാർത്തയാണ്. അതിന് തൊട്ടു താഴെ ഗുഗേഷിന് ആദ്യ ജയം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം റൗണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ D ഗുഗേഷ് നിലവിലെ ലോക ചാമ്പ്യൻ ഡിംഗ് ലീഡറിനെ തോൽപ്പിച്ചു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ നോക്കുമ്പോൾ കേരള കൗമുദിയിലെ പോലെ തന്നെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. CBI പേടിയിൽ ഗോവിന്ദനും ദിവ്യയെ രക്ഷിക്കാൻ CPM നവീന്റെ കുടുംബത്തിനെതിരെ എന്ന തലക്കെട്ടാണ് ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്.
സർക്കാരിന്റേത് കൊടും ചതി, കെ സുരേന്ദ്രൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് കെ സുരേന്ദ്രന്റെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ നവീൻ ബാബുവിന്റെ മരണം, കേസ് ഡയറിയും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും ഹാജരാക്കണം ഹൈക്കോടതി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ റെയിൽ പദ്ധതികൾ സ്തംഭിച്ചു, 2100 കോടി നൽകിയിട്ടും ഭൂമി ഏറ്റെടുക്കുന്നില്ല എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയത് 1458 പേർ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ വാർത്തയ്ക്ക് തൊട്ടരികിലായി ഒരു മനോഹരമായ ചിത്രം നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ HS വിഭാഗം നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയ നന്ദനയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠ ദ്വാദശിയായി ആഘോഷിക്കപ്പെടും എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് ജന്മഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളും വിവരങ്ങളും വിശദാംശങ്ങളും എല്ലാം ഇത്രയുമൊക്കെയാണ്. അടുത്ത ദിവസം വീണ്ടും പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുമായി കാണാം. നമസ്കാരം.